ആൻഡ് ക്വസ്റ്റ്യൻ, കണക്ക് തെറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ആരുടെ കണക്കാണ് തെറ്റുക എന്നുള്ളതാണ്. ജിമ്മി പറയുന്നതനുസരിച്ച് UDF അവിടെ നല്ല എഡ്ജുണ്ട് എന്നുള്ളതാണ്. CPM സംബന്ധിച്ച് ആത്മവിശ്വാസക്കുറവാണ് 1% റിഫ്ലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആരുടെ കണക്ക് തെറ്റും? സാറേ, ഞാൻ ഈ പോളിംഗ് ശതമാനം കൂടുമെന്ന് പറയാനുള്ള കാരണം പോളിംഗ് ശതമാനം കൂടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ 72 തുടങ്ങി 75% വരെ പോളിംഗ് എത്തുമെന്ന് പറയാം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മണ്ഡലത്തിൽ നിന്നും പുറത്തേക്ക് ആളുകൾ പോയി താമസിക്കുന്നതും വിദേശത്ത് ജോലി ചെയ്യുന്നതും വളരെ കുറവാണ്. അതൊരു മലയോര മേഖലയും മലയോര മണ്ഡലമാണ്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ഷനിൽ എല്ലാ വീടുകളിലും ഓരോ നേതാക്കന്മാർക്കും ചാർജ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വോട്ട് ചെയ്യാതിരുന്നാൽ അത് ആ ബൂത്തിൽ നിന്ന് ആ വാർഡിലേക്ക് വിളിച്ചു പറയും. ആ വാർഡിലെ നേതാക്കന്മാർ നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് വരും, ഞങ്ങൾ വോട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന ശൈലി സാധാരണ ബൂത്ത് ഇലക്ഷൻ സംവിധാനത്തിൽ ഇലക്ഷൻ സംവിധാനത്തിൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ 75% താഴെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതൊരു മലയോര മേഖലയും കാർഷിക മേഖലയും ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. അത് ഒരു കണക്ക് വരെ ശരിയായി 75.3% വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ 1,74,799 വോട്ട്, 1,75,000 വോട്ട് എന്ന് കണക്കാക്കിക്കോളൂ. അതാണ് ഈ വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു ലോജിക്കലി കറക്റ്റായ കാര്യം എന്ന് പറയുന്നത്. ഇലക്ഷൻ മറ്റുള്ള സംസ്ഥാന ജില്ലകളിൽ കാണുന്നത് പോലെ ഇലക്ഷൻ കുറയുമ്പോൾ വോട്ട് കുറയേണ്ട സാധ്യത നിലമ്പൂരിലില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കാര്യത്തിനകത്ത് ഒരു പരിധിവരെ ഞാൻ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര ശതമാനം വോട്ട് ഏതൊക്കെ മുന്നണിക്ക് കിട്ടും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ വലിയ രീതിയിൽ അവിടെ പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിച്ചെങ്കിലും വലിയ രീതിയിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, കുഞ്ഞാലിയെ പോലെ മുതിർന്ന ഒരു നേതാവ് ഉമ്മൻചാണ്ടിയെ പോലെയും കെ കരുണാകരനെ പോലെയുമുള്ള അതുപോലെ തന്നെ കെ മാണിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്ത് ഒന്നിച്ച് മന്ത്രിസഭയിൽ അടക്കം വരുന്ന ഒരു മുതിർന്ന നേതാവ് വീടുകൾ കയറി ഇറങ്ങി വലിയ രീതിയിൽ ആ വോട്ടിനെ സ്വാധീനിക്കാൻ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിനെ ഒറ്റക്കെട്ടായി നിർത്താനും ലീഗിൻ്റെ അടുത്ത് അപസ്വരങ്ങളില്ലാതിരിക്കാനും ഈ പറഞ്ഞ ആര്യാട മുഹമ്മദും ആര്യാട ഷൗക്കത്തുമായി ലീഗുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കി തീർത്ത പോലെ ഒരു പ്രതീതി ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാനും കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ അതിന് സ്വാധീനിച്ചു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്താൻ, വീടുകൾ കയറി ഇറങ്ങുന്ന രീതിയിലേക്കുള്ള ക്യാമ്പയിൻ നടത്താൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞുള്ളതാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ AP അനിൽകുമാറിൻ്റെ ആയാലും ഈ പറഞ്ഞ ജയന്തിൻ്റെ ആയാലും VE ജോയിൻ്റെ ആയാലും പ്രതിപക്ഷ നേതാവിൻ്റെ ആയാലും ഉള്ള പ്രകടനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈ പറഞ്ഞ 4 നേതാക്കന്മാർ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാം. പിന്നെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ഈ പറയുന്ന ആരാണ് KC വേണുഗോപാലായാലും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയായാലും ആ നേതാക്കന്മാർ വലിയ രീതിയിൽ അവിടെ പ്രവർത്തിച്ചു. ആർക്കും അവിടെ ഒരു അസ്വരസ്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ആ കാര്യത്തിനകത്ത് ഭരണപക്ഷം പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ കാര്യത്തിനകത്ത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വോട്ടുകൾ പിന്നിക്കുന്ന സാഹചര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അവിടെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 76,000 വോട്ടുണ്ടല്ലോ, പിന്നെ നമ്മുടെ VV പ്രകാശിന് കിട്ടിയ 76,000 വോട്ട്, അതിൽ നിന്ന് കൂടാനാണ് സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻറ്റി ഇൻക്യുംബൻസി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ ആൻറ്റി ഇൻക്യുംബൻസി ഭരണവിരുദ്ധ വികാരം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവറിൻ്റെ വോട്ട് ശതമാനം കൂടുകയും കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കുറയാൻ സാധ്യതയുണ്ട്. കാരണം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് ഉറപ്പില്ല. ഞാൻ വിചാരിക്കുന്നില്ല വലിയ രീതിയിൽ ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. കാരണം കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമായ സ്ഥലത്ത് കോൺഗ്രസിൻ്റെതായ കിട്ടേണ്ട വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിചാരിക്കുന്നത് കോൺഗ്രസിന് 80,000 തുടങ്ങി 90,000 വരെ വോട്ടുകൾ കിട്ടാം എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. 80,000 തുടങ്ങി 90,000 വരെ വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു വിജയത്തിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം. LDFിൻ്റെ വോട്ടുകൾ കിട്ടേണ്ടത് എന്ന് പറയുന്നത് അവരുടെ കേഡർ വോട്ടുകളും പിന്നെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ, കാരണം മുഖ്യമന്ത്രി അടക്കം 3 ദിവസം അവിടെ വർക്ക് ചെയ്തതുകൊണ്ട് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുള്ള വലിയ വോട്ടുകളും ഈ സാമുദായിക വോട്ടുകളൊക്കെ ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയൊക്കെ മണ്ഡലത്തിലുള്ളതുകൊണ്ടും അതുപോലെയുള്ള സാമുദായിക വോട്ടുകളും വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞ വോട്ടുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് 70,000 തുടങ്ങി 80,000 വരെയാണ് മാക്സിമം കിട്ടാൻ സാധ്യത എന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് PV അൻവറിൻ്റെ കാര്യമാണ്. PV അൻവറിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ വിചാരിക്കുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത്, PV അൻവറിൻ്റെ കാര്യത്തിൽ നോർമൽ ഇലക്ഷനാണ് നടക്കുന്നതെങ്കിൽ 20,000 തുടങ്ങി 25,000 വരെ വോട്ട്. കാരണം അവിടുത്തെ PV അൻവറിൻ്റെ വ്യക്തിബന്ധവും
എന്താണ് സാമുദായിക ബന്ധങ്ങളും അദ്ദേഹം അവിടെ ഉണ്ടാക്കുന്ന ഇമോഷണൽ കണക്റ്റും എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ട് 20,000 തുടങ്ങി 25,000 വരെ വോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ PV അൻവർ വലിയ രീതിയിലുള്ള കുത്തക വോട്ട് അൻവറിന് PV അൻവറിന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ PV അൻവർ വന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കുറയാൻ പോകുന്നത് എവിടെ നിന്നാണ്? UDFിൻ്റെ ഭാഗത്തു നിന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. UDFിനും അൻവറിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ അൻവറിൻ്റെ വോട്ട് നല്ല രീതിയിൽ കൂടുകയും നല്ല രീതിയിൽ കൂടാനാണ് സാധ്യത. അതൊരു കുറഞ്ഞ വോട്ട് എന്ന് പറഞ്ഞൊരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്തില്ല. ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്ത ട്രെൻഡായിട്ടായിരിക്കും. ട്രെൻഡാണെങ്കിൽ അൻവറിന് വലിയ രീതിയിൽ വോട്ട് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ 20,000 വോട്ട് തുടങ്ങി 25,000 വരെ നോർമൽ സ്റ്റേജിൽ അൻവറിന് കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ, ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ നല്ല രീതിയിൽ കുത്തന കയറ്റം ഉണ്ടാവും. അതുപോലെ UDFിന് കുറയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 20,000 വോട്ട് കൂട്ടിക്കോളൂ അൻവറിൻ്റെ ലെവലിൽ, 25,000 വരെ മാക്സിമം. അതുപോലെ തന്നെ NDAക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാക്സിമം പോയ 3,500 തുടങ്ങി 5,000 വോട്ട് വരെയാണ്. 3,500 ഞാൻ വിചാരിക്കുന്ന വോട്ട്. അതിനകത്ത് കൂടാനുള്ള ഒരു സാധ്യതയും ഞാൻ അവിടെ കാണുന്നില്ല. അതിനുള്ള യാതൊരു രീതിയിലുള്ള ഒരു വർക്ക് അവിടെ നടന്നില്ല. കാരണം എന്താണ്? NDAയുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ NDAൻ്റെ നേതാക്കന്മാരാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ലെവലിൽ എത്ര രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എന്നാലും ഞാൻ 3,500. SDPIക്ക് ഞാനൊരു 1,500 വോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ആദ്യം ഞാൻ പറഞ്ഞ 80,000, 70,000, 20,000, 3,500, 1,500 കൂക്കിയാൽ 1,75,000 വോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 വോട്ട് തുടങ്ങി UDFിൻ്റെ വിജയം എത്താം. ഒരു 10,000 വോട്ടിന് മേലേക്ക് UDFിൻ്റെ വിജയം ഉണ്ടാകുകയാണെങ്കിൽ ഒരു 10,000 വോട്ടിൻ്റെ വിജയം UDFിന് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് സ്പ്ലിറ്റ് ഉണ്ടാവും. ആ സ്പ്ലിറ്റിൽ എന്ത് സംഭവിക്കും? അൻവറിനും കോൺഗ്രസിനുമായി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും അത് ആരെ വിജയത്തിലേക്കും ഈ പറയുന്ന നമ്മുടെ സ്വരാജിൻ്റെ വിജയത്തിലേക്ക് എത്താനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഏക പ്രതിഫലിക്കുന്ന വിഷയം നമ്മൾ നോക്കുന്നത് ആൻറ്റി ഇൻക്യുംബൻസിയാണ്. ആൻറ്റി ഇൻക്യുംബൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് സ്വരാജിനെ ഗുണം ചെയ്യുള്ളൂ. ആൻറ്റി ഇൻക്യുംബൻസി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് 100% UDFിലേക്കും അൻവറിലേക്കും സ്പ്ലിറ്റ് ചെയ്യും. അൻവറിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അൻവറിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ് UDF ഉന്നയിച്ചത്. അല്ല, ആൻറ്റി ഇൻകംബൻസി വോട്ട് സ്പ്ലിറ്റ് ആവുക LDFിൽ നിന്ന് LDFിലേക്ക് അടരാൻ സാധ്യതയില്ല. കാരണം LDFിൻ്റെ വാർത്ത ഞാൻ പറയാം. LDFിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ LDFിൻ്റെ 50,000, 60,000, 50,000 തുടങ്ങി 60,000 വരെയുള്ള വോട്ട് കേഡർ വോട്ടുകളാണ്. ആ കേഡർ അനുകൂല വോട്ടുകളാണ്. അത് സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ആൻറ്റി ഇൻകംബൻസി വർക്ക് കേഡർ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കേഡർ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അതിനകത്ത് അതിന് ഞാൻ പറഞ്ഞത് ഗുണം ഞാൻ പറയാം. ഈ നമുക്കത് ഒരു പാർട്ടി ഇപ്പം ഞാൻ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ നോർമലി അത് പ്രതിപക്ഷത്തിനാണ് ഗുണമാവേണ്ടത്. പക്ഷെ ഇവിടെ പ്രതിപക്ഷം രണ്ടാണ്. ഭരണവിരുദ്ധ വോട്ട് ഭിന്നിപ്പിക്കും. അതെ, പക്ഷേ അത് ഭരണപക്ഷത്ത് നിന്ന് പുറത്തു വരുന്ന വോട്ടുകൾ ഭിന്നിക്കും. അതെ, അതെ ഞാൻ പറയുന്നത്. അപ്പൊ ഭിന്നിച്ചാലും ഭരണപക്ഷത്തു നിന്ന് ഒരു വോട്ട് ഇളകുകയും അങ്ങനെയല്ല വലിയ രീതിയിൽ വോട്ട് ഇളകാനില്ല. അവിടെ ഇളകാനുള്ള വോട്ട് എന്ന് പറഞ്ഞാൽ 10,000 തുടങ്ങി 15,000 വരെ വോട്ടുകൾ ഇളകാനുള്ളൂ. കാരണം ബാക്കിയുള്ളത് പാർട്ടിയുടെ കേഡർ വോട്ടാണ്. കേഡർ വോട്ട് തൊടാൻ പറ്റില്ല. ആ 10,000 വോട്ട് അവിടുന്ന് ഇറങ്ങി വന്നാൽ തന്നെ എങ്ങനെ പോലും 50,000 കേഡർ വോട്ട് അത്രയൊന്നുമില്ല. കേഡർ വോട്ട് അവർ കണക്കൂട്ടുന്ന 35 അല്ല, കേഡർ വോട്ടുകൾ വെച്ചാൽ പാർട്ടിയിലെ അംഗമുള്ള വോട്ടുകൾ കുറവാണ്. മീൻസ് അത്രേ ഉള്ളൂ. പക്ഷെ അത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കേഡർ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. പ്ലസ് അനുകൂല വോട്ടുകൾ കൂടി വന്നാൽ ശ്രീരാമകൃഷ്ണന് കിട്ടിയ 69,000 ഇതുവരെ പാർട്ടി ചിഹ്നത്തിൽ കിട്ടിയ പരമാവധി. ഞാൻ പറയുന്നത് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 69,000 കിട്ടിയത് നമ്മളൊരു 15,000 വോട്ട് വിട്ടോളൂ. 15,000 വോട്ട് വിട്ടോളൂ. ബാക്കി നമുക്കൊരു കേഡറായിട്ട് കൂട്ടാം. അനുബന്ധ സംവിധാനം. ആ 15,000 വോട്ടിൽ നിന്ന് അത് പോകാൻ പോകുന്നില്ല. 50,000 തുടങ്ങി 55,000 വരെ പോകാനേ പോകുന്നില്ല. ബാക്കിയുള്ള 50,000 തുടങ്ങി 70,000 വരെയുള്ള വോട്ട് 15,000 വോട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാനുള്ളത്. അത് സ്പ്ലിറ്റ് ചെയ്ത് UDFിലേക്ക് മാത്രമല്ല വരിക എന്ന് ഞാൻ പറയുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്ത് വരാൻ പോകുന്നത് PV അൻവറിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭരണവിരുദ്ധ വികാരം പിന്നെ അവിടെ വോട്ടാകുകയാണെങ്കിൽ ആ വോട്ടാകുന്ന വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായി പോകും. ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വരാൻ പോകുന്നത് UDFിലേക്കാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു കണക്കാണ്. വിജയം ഉണ്ടാകുകയാണെങ്കിൽ നോർമൽ ഒരു ഇലക്ഷനാണ് അവിടെ നടക്കുന്നതെങ്കിൽ 10,000 വോട്ടിൻ്റെ വിജയം UDFിനുണ്ടാവും. അതാണ് അവിടെ നടക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.